പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനവും, പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശു ആരാധന. നമുക്കറിയാം, മോശയെ ആയിട്ട് വളരെയധികം സംഭാഷണം യേശുനാഥൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ ഫറവോയുടെ കീഴിൽ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നിലവിളി കർത്താവിൻ്റെ കാതുകളിൽ കേട്ടിട്ട് കർത്താവിനെ അവരിൽ നിന്ന് മോചിപ്പിക്കണം. അതുകൊണ്ടാണ് മോശയെ തിരഞ്ഞെടുത്ത് മോശയെ ശക്തിപ്പെടുത്തിയത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വഴികൾ വളരെ സത്യമായ വഴികളാണ്. വചനത്തിലൂടെയാണ് കർത്താവ് പോകുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് ഞങ്ങളോട് കൂടെ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദുരത്തിന് ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുള്ള സമയത്തും തമ്പുരാനുടെ യേശുവേ ആമേൻ. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം. മോശയും അഹരോനും ഫറവോയുടെ മുൻപിൽ ചെന്ന് പറഞ്ഞു. മോശയും അഹരോനും, കർത്താവ് മോശ വിക്കനാണ്, എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നീ അഹരോനെ കൂട്ടിക്കോ, പിന്നെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, ധൈര്യമായിക്കെന്ന് പറഞ്ഞ് മോശയും അഹരോനും കൂടി ഫറവോയുടെ മുൻപിൽ ചെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു. യേശുനാഥൻ കൽപ്പിക്കുന്നു. അവർ പോയിട്ട് പറയുന്നു ഫറവോയോട്, മരുഭൂമിയിൽ വന്ന് എൻ്റെ ബഹുമാനാർത്ഥം പൂജ ഉത്സവം ആഘോഷമയക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഫറവോയോട് ചെയ്തിട്ട് മോശ വഴി അഹരോൻ സംസാരിക്കുന്നു. കർത്താവിനെ മരുഭൂമിയിൽ ആരാധിക്കാൻ നീ വിട്ടയക്കുക. ഹല്ലേലൂയ. 2-ാം വാക്യം. അപ്പോൾ ഫറവോ ചോദിച്ചു, ആരാണ് ഈ കർത്താവ്? ഫറവോ ചോദിക്കുന്നു, ആരാണ് ഈ കർത്താവ്? അവൻ കേട്ടിട്ട് പോലുമില്ല. കാരണം ഫറവോയ്ക്ക് ഒരു ആരാധനയില്ല. ഫറവോയുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവിന് മുമ്പിൽ ഒരു ആരാധന ഇല്ല. ഹല്ലേലൂയ. അവൻ്റെ വാക്ക് കേട്ട് ഞാൻ എന്തിന് ഇസ്രായേൽക്കാരെ വിട്ടയക്കണം? ഫറവോ ചോദിക്കുന്നു, അവൻ്റെ വാക്ക് കേട്ട് ഞാൻ എന്തിനാണ് ഇസ്രായേൽ മക്കളെ വിട്ടയക്കണം? ഹല്ലേലൂയ. അവനാര്, ഞാനാര്? അപ്പം ഈ കർത്താവ് ആരാണെന്നൊന്നും അവനറിയില്ല. ദൈവമായ കർത്താവാണെന്ന് പറഞ്ഞിട്ടൊന്നും അവിടെ ഒരു കാര്യമില്ല. കാരണം അവൻ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. പിന്നെ എന്തിനാ ഞാൻ ഇതൊക്കെ എടുക്കണേ? ഹല്ലേലൂയ. വിട്ടയക്കുക. അപ്പോൾ അവർ പറഞ്ഞു, എബ്രായരുടെയും ദൈവം ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു. എബ്രായക്കാരുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് വാക്ക് തന്ന് സംസാരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ വിട്ടയക്കുക. നീ പിടിച്ചെടുത്ത ജലത്തെ മരുഭൂമിയിൽ
കർത്താവിനെ ഉത്സവമായി ആരാധിക്കാൻ വിട്ടയക്കുക. അവൻ പറഞ്ഞു, ഇവർ ആരാണ് കർത്താവ്? നിന്റെ വാക്ക് കേട്ട് ഞാനെന്തിനു കർത്താവിൻ്റെ വാക്ക് കേട്ട് വിടണം? ഞാൻ വിടില്ല. അവൻ പിടിച്ചു വെച്ചിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ 3 ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ വെച്ചാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ബലിയർപ്പിക്കാൻ ഞങ്ങളെ അനുവദിക്കുക. അഹരോനും മോശയും കൂടി പറയുന്നു, ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ മരുഭൂമിയിലേക്ക് വിട്ടയക്കുക. ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, അല്ലാത്ത പക്ഷം അവിടുന്ന് മഹാമാരി കൊണ്ട് വാൾ കൊണ്ടും നിങ്ങളെ ശിക്ഷിക്കും. ഫറവോയോട് പറയണം, മഹാമാരി അതെന്ത് വേണമല്ലോ, ഇപ്പോൾ വരുന്ന ഈ കൊറോണ പോലത്തെ എന്തെങ്കിലും വിട്ട് നിന്നെ ശിക്ഷിക്കും, ഞങ്ങളെയും ശിക്ഷിക്കും. അപ്പോൾ ഈജിപ്ത് രാജാവ് അവരോട് പറഞ്ഞു. ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ അവൻ പേടിക്കുമെന്നാണ് കരുതിയ ഫറവോ. അവൻ പേടിക്കില്ല, അവൻ ക്രൂരനാണ്. കാരണം അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയില്ല, വിഗ്രഹ ആരാധനയാണ് ഫറവോ. മോശെ എന്നിട്ട് ഫറവോ വിളിക്കുകയാണ്, മോശെ. ആദ്യം വിളിക്കുന്നത് മോശേനെ, കാരണം മോശ അവൻ്റെ കീഴിൽ വളർന്നവനാണ്. മോശെ രണ്ടാമത് വിളിക്കുകയാണ്, അഹരോനെ, നിങ്ങൾ ജനത്തിൻ്റെ ജോലിക്ക് മുടക്കം വരുത്തുന്നത് എന്തിനാണ്? ജനങ്ങളുടെ ജോലിക്ക് തടസ്സപ്പെടുത്തുന്നത് എന്തിനാണ്? ഇവൻ അവിടെ ചെന്ന് അവരെ വിട്ടുകിടക്കുന്നത് പറയുമ്പോൾ അത് അവൻ്റെ ജോലിക്ക് തടസ്സമാണ്. ഇഷ്ടിക പണിയാണ് അവരുടെ തോന്നുന്നത്. അതിനകത്ത് അടിമപ്പണിയാണ്. അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കണം ഇസ്രായേൽ മക്കളെ കൊണ്ട്. അത് കർത്താവ് കാണുന്നു. അവരെ കണ്ണീര് കർത്താവ് കാണുന്നു. അവർ നിലവിളിക്കുന്നത് കർത്താവ് കാണുന്നു. അങ്ങനെ മോശേനെ അഹരോനെയും വിട്ടേക്കണം. സംസാരിച്ച് അവരെ വിട്ടേക്കുക. പോയി നിങ്ങളുടെ കാര്യം നോക്കുവിൻ. അവൻ പറയുന്നു, പോയി നിങ്ങളുടെ കാര്യം നോക്കുവിൻ. അവൻ തുടർന്നു, നാട്ടിൽ നിങ്ങളുടെ ജനം ഏറെയുണ്ട്. അവരുടെ ജോലിക്കും നിങ്ങൾ മുടക്കം വരുത്തുകയോ അവരുടെയും ജോലികൾ നിങ്ങൾ മുടക്കം വരുത്തുകയോ? ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ ആരാധന. സ്വർഗസ്നായ പിതാവേ, ഞങ്ങളുടെ നാം പൂജിക്കണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സുകളെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാവങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ ആരാധന. പുറപ്പാട് പുസ്തകം 6-ാം വാക്യം 1 മുതൽ 13 വരെയുള്ള തിരുവചനം. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ ഫറവയോട് എന്ത് ചെയ്യുമെന്ന് നീ ഉടനെ കാണും. കർത്താവ് മോശയോട് പറയണം, ഞാൻ ഫറവോയെ എന്ത് ചെയ്യുമെന്ന് നീ ഉടനെ തന്നെ കാണും. കർത്താവിന് എന്തും ചെയ്യാം അല്ലേ? അവൻ ദൈവമാണ്. അവന് ജീവൻ കൊടുത്തത് കർത്താവാണ്. അപ്പോൾ കർത്താവിന് എന്തും സാധിക്കും. അപ്പോൾ മോശയോടും അഹരോനോടും പറയണ്, ഞാൻ ഫറവോയെ എന്ത് ചെയ്യുമെന്ന് നീ ഉടനെ കാണും. കർത്താവ് വാക്ക് കൊടുക്കുക. ആരോട്? മോശയോട്. അഹരോനൊപ്പുണ്ട്, പക്ഷെ സംസാരിക്കുന്നതെല്ലാം മോശയോടെയാണ്. മോശ പോയി സംസാരിക്കുന്നത് ഫറവോയോട് അഹരോനുമാണ്. ഹല്ലേലൂയ. ശക്തമായ കരത്തിൽ നിർബന്ധിതനായി ഞാൻ അവരെ വിട്ടയക്കും. എന്താ പറയുന്നത്? ശക്തമായ കരുത്താൽ നിർബന്ധിതനായി അവൻ അവരെ അയക്കും. കർത്താവ് പറയുന്നു, വിട്ടയക്കും. അവരെ പുറന്തള്ളാതിരിക്കാൻ വയ്യാത്ത
നില അവന് വന്നുകൂടും. പുറന്തള്ളാതിരിക്കാൻ വയ്യാത്ത ഗതി അവന് ഉടനെ വന്നുകൂടും. കർത്താവ് പറയുന്നു. 2-ാം വാക്യം, അവിടുന്ന് തുടർന്നു, ഞാൻ കർത്താവാണ്, ഞാൻ കർത്താവാണ്, ദൈവമാണ് എന്നൊക്കെയാണ് യേശുനാഥൻ മോശയോട് പറയുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. 3-ാം വാക്യം, അബ്രാഹാത്തിനും ഇസാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി ഞാൻ തന്നെ. ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും അബ്രാഹത്തിൻ്റെയും ദൈവം ഞാൻ തന്നെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. അടുത്ത് പറയണം, ഞാൻ പ്രതീക്ഷപ്പെട്ടു, എന്നാൽ കർത്താവ് എന്ന നാമത്തിൽ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തിയില്ല. കർത്താവ് പറയുന്നു, ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയില്ല. നിനക്കോ ഞാൻ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്, അവർക്ക് വെളിപ്പെടുത്തിയില്ല. ആർക്കൊക്കെ? അബ്രാഹത്തിനും ഇസാക്കിനും യാക്കോബിനും ഒന്നും ഞാൻ കർത്താവാണെന്ന് അവർക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും അവർ പരദേശികളായിരുന്നു. എന്നെങ്കിലും അവർ പരദേശികളായിരുന്നു. അവർക്കൊന്നും തന്നെ വെളിപ്പെടുത്തി കിട്ടില്ല. നിങ്ങൾക്കാണെങ്കിലോ എല്ലാം വെളിപ്പെടുത്തി തന്ന് അത്ഭുതങ്ങൾ കാണിച്ചല്ലേ. ഇതെല്ലാം നമ്മൾ കണ്ടു. പല പല അത്ഭുതങ്ങൾ കർത്താവ് അവനെ ശക്തിപ്പെടുത്തിയിരുന്നു. കാനാൻ ദേശം അവർക്ക് നൽകുമെന്നും അവരുമായി ഞാൻ ഉടമ്പടി ചെയ്തിരുന്നു. കാനാൻ ദേശം ഞാൻ അവർക്ക് നൽകുമെന്ന് അവരുമായി ഒരു ഉടമ്പടി കർത്താവ് ചെയ്തിരുന്നു. ഇതൊക്കെ ഇവരെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് കർത്താവ്. ഈജിപ്തുകാർ അടിമകളായിരുന്നു. ഇസ്രായേൽ മക്കളുടെ ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളോട് നിലവിളി ഞാൻ കേട്ടു. എൻ്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തു. ഇസ്രായേൽ മക്കളുടെ നിലവിളി യേശുനാഥൻ കേട്ടു. പക്ഷേ അവരുമായുള്ളൊരു ഉടമ്പടിയും ഞാൻ ചെയ്തു. ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ കർത്താവാണ്. ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. ഈജിപ്തുകാർ ചുമത്തിയ ഭാരം, ജോലി, കഠിനാധ്വാനം, കഷ്ടപ്പെടാണ്, ചൂട്, അത് ഞാൻ നീക്കം ചെയ്യും. കർത്താവ് എല്ലാം കാണുന്നുണ്ട്, അവൻ ദൈവമാണ്. അപ്പം അതെല്ലാം ഞാൻ നീക്കം ചെയ്ത് ഞാൻ അവരെ മോചിപ്പിക്കും. നിങ്ങളുടെ അടിമത്തത്തിൽ നിന്നും നിങ്ങളെ സ്വതന്ത്രരാക്കും. അടിമത്തമാണ്. ഫറവോയുടെ കീഴിൽ ഇസ്രായേൽ മക്കളെ പിടിച്ചു കൊണ്ടുപോയിട്ട് അടിമപ്പണി ചെയ്യിപ്പിക്കും. വയ്യാത്ത പണികളെല്ലാം അടിച്ചും ഒക്കെ ഉപദ്രവമൊക്കെ ചെയ്തിട്ടാണ് ചെയ്യണത്. അതുകൊണ്ട് അവർ കരഞ്ഞൊക്കെയാണ് അവിടെ ജോലി എടുക്കുന്നത്. അപ്പോൾ ആ കണ്ണീര് അതിൻ്റെ ഇടയ്ക്ക് അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഇസ്രായേൽ മക്കളാണല്ലോ. അപ്പോൾ അത് കർത്താവ് കേട്ട്, കർത്താവിനെ എങ്ങനെയെങ്കിലും അവരെ അവിടെ നിന്ന്, അവൻ്റെ കീഴിൽ നിന്നും മോചിപ്പിക്കണം. കാരണം ഫറവോയുടെ അണ്ടറിൽ ഒരു പ്രാർത്ഥനയില്ല, ഒരു ദൈവാരാധനയും ഇല്ല. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശു ആരാധന. കൈ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ചു. കൈ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ചു. ഞങ്ങളെ വീണ്ടെടുക്കും. കൈ ഉയർത്തി അവരെ ശിക്ഷിച്ചു. ഞങ്ങളെ വീണ്ടെടുക്കും അവർ പറയണം. അവർ അങ്ങനെയൊക്കെ നിലവിളിക്കുകയാണ്. അങ്ങനെ കരമുയർത്തി സ്വർഗത്തിലേക്ക്. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. കരമുയർത്തി, കൈകൾ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ചു. നിങ്ങളെ വീണ്ടെടുക്കൂ
നിങ്ങളെ വീണ്ടെടുക്കുന്നവർ പ്രാർത്ഥിക്കുകയാണ്. ഇതെല്ലാം കർത്താവ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും. യേശു പറയുന്നു, ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും. നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കുകയും ചെയ്യും. ഇസ്രായേൽ മക്കളോട് പറയുന്നു കർത്താവ്. കാരണം ഇസ്രായേലിൽ ദൈവമായ കർത്താവിനെ അവർ അംഗീകരിക്കുന്നില്ല. അവർ നോക്കുമ്പോൾ മറിയത്തിൻ്റെ മകൻ, ജോസഫിൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞാണ് അവരെല്ലാം നടന്നത്. അപ്പോൾ കർത്താവ് പറയാണ്, ഹല്ലേലൂയ, നിങ്ങളുടെ ആയിരിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവവുമായിരിക്കും ഞാൻ. ഈജിപ്തുകാരുടെ ദേശത്ത് നിങ്ങളെ മോചിപ്പിക്കും. ഈജിപ്തുകാരുടെ ദാസ്യവേലയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിച്ച് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും. ഈ കർത്താവായ യേശുനാഥൻ അവിടെ നിന്ന് മോചിപ്പിക്കുകവരെ ഇന്നിലേക്ക് നാളെ, അന്ന് നിങ്ങൾ അറിയും ഇതാരാണെന്ന്. കർത്താവ് പറയണുണ്ട്. കാരണം അവർ അംഗീകരിക്കുന്നില്ല കർത്താവിനെ. നമുക്ക് കാണാൻ പറ്റുമല്ലേ, ലൂക്കയുടെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ അവർക്ക് മറിയത്തിന് പ്രസവിക്കാൻ ഒരിടം പോലും കൊടുത്തില്ല ആരും. അവസാനം അമ്മ അവിടെ നിന്ന് പോവുകയാണ്, കൊച്ചിനെ എടുത്തിട്ടുണ്ട്. അതെല്ലാം കർത്താവിന് നന്നായിട്ട് അറിയാം. അബ്രാഹത്തിനും ഇസാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ ഞാൻ നയിക്കും. അബ്രാഹത്തിനും ഇസാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കർത്താവ്. എങ്ങനെ വാഗ്ദാനം ചെയ്തേ? നിങ്ങളെ ഞാൻ തേനും പാനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകും. ആ വാഗ്ദാനം നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞാൻ നയിക്കും. അത് നിങ്ങൾക്ക് അവകാശമായി തരികയും ചെയ്യും. യേശു പറയും, അത് നിങ്ങൾക്ക് അവകാശമായി തരികയും ചെയ്യും. 9-ാം വാക്യം, ഞാൻ കർത്താവാണ്. ഇസ്രായേൽ മക്കളോടും മോശ ഇപ്രകാരം പറഞ്ഞെങ്കിലും. അപ്പോൾ ഇതെല്ലാം ഈ ഇസ്രായേൽ അടിമത്ത മക്കളോട് ഇവന് സംസാരിക്കാനുള്ള അനുവാദമുണ്ട്. കാരണം അവൻ അവിടുത്തെ ഒരു അംഗമായിരുന്നു. അപ്പോൾ അഹറോന് അവനോടൊരു പ്രത്യേക സ്നേഹമുണ്ട്, അവനവിടെ പ്രിയാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഇസ്രായേൽ മക്കളോട് മോശ സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, ഞാൻ കർത്താവാണ്. ഇസ്രായേൽ മക്കളോട് മോശ ഇപ്രകാരം പറഞ്ഞെങ്കിലും അവരുടെ മനോഭാവം അടിമത്തവും നിമിത്തം അവർ അവൻ്റെ വാക്ക് ശ്രദ്ധിച്ചില്ല. എന്താ, അവനിങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവരെ ഒരു തമാശയൊക്കെയാണ് കൂട്ടി. ഇതൊന്നും നടക്കണ കാര്യമാണ്. ആരാണ് ഈ കർത്താവ്? ഹല്ലേലൂയ. 10-ാം വാക്യം, കർത്താവ് മോശയോട് കൽപ്പിച്ചു, നീ പോയി ഈജിപ്തിലെ രാജാവായ ഫറവോയോട് ഇസ്രായേൽ മക്കളെ വിട്ടയക്കാൻ പറയുക. കർത്താവ് മോശയോട് പറയും, നീ പോയി ഫറവോയോട് പറയുക ഇസ്രായേൽ മക്കളെ വിട്ടയക്കാൻ. അവൻ പോയി പറഞ്ഞു. ഹല്ലേലൂയ. മോശ കർത്താവിനോട് പറഞ്ഞു, ഇസ്രായേൽ മക്കൾ പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ഇസ്രായേൽ മക്കൾ പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പോൾ പിന്നെ ഫറവോ കേൾക്കില്ല. അവൻ വിടില്ല. അവൻ പിടിച്ചു വെച്ചിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പിന്നെ ഫറവോ കേൾക്കുമോ? കാര്യം ഫറവോയുടെ അതിലാണ് അവൻ വളർന്നു വന്നതെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫറവോ കേൾക്കില്ല. അവൻ ക്രൂരനാണ്. അവൻ എടുത്ത തീരുമാനം അവൻ നടപ്പിലാക്കുന്നു. ഹല്ലേലൂയ. പോരെങ്കിൽ മോശ പറയുന്നു, പോരെങ്കിൽ ഞാൻ സംസാരിക്കാൻ കഴിവില്ലാത്തവനുമാണ്. കർത്താവ് പറയുന്നു, പോരെങ്കിൽ എനിക്ക്
സംസാരിക്കാനും കഴിയില്ല. ഞാൻ എങ്ങനെ പറവയോട് പറയും? വിക്കി 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 പറഞ്ഞു വരുമ്പോഴത്തേനും പറവയ്ക്ക് ദേഷ്യം കയറി അവൻ ഇട്ടെറിഞ്ഞു പോകും. ഹല്ലേലൂയ. കർത്താവ് മോശയോടും അഹരോനോടും കൽപ്പിച്ചു. ഉടനെ കർത്താവ് ഇവരെ കെട്ടിപ്പിടിക്കുന്ന കർത്താവ് അവരെങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ പുറത്തു കൊണ്ടുവരികയാണ്. ദൈവമായ കർത്താവിനെ ബലിയർപ്പിക്കാൻ മരുഭൂമിയിലേക്ക് അവരെ വിട്ടയക്കാന്നൊക്കെ പറയുമ്പോൾ മോശ കടുംപിടുത്തം പിടിച്ചിരിക്കുന്നത്. എൻ്റെ ജോലിക്കൊന്നും തടസ്സം വരുത്തില്ലേ, നീയും നിൻ്റെ അഹരോനെ സ്ഥലം കാലി എന്നൊക്കെ പറഞ്ഞു പിടിയണവരെ. ഹല്ലേലൂയ. ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്നും മോചിപ്പിക്കാൻ ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. യേശു പറയുന്നു, ഈജിപ്തിൽ നിന്നും മോചിപ്പിക്കാൻ ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കളെ അഹരോന്റെ വാക്കിലൂടെ മോശയും അഹരോനും കൂടി സംസാരിക്കുകയും പറവയോട് വിട്ടയക്കാൻ. പക്ഷെ അവിടെ നിന്ന് വിടുന്നില്ല. അപ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങളെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു, നിങ്ങളത് ചെയ്യുക, അവിടെ പോയി പറയുക, അവർ കേൾക്കും എന്നൊക്കെയാണ് കർത്താവ് മോശയോടും അഹരോനോടും പറയുന്നത്. എന്ന് ഇസ്രായേൽ മക്കളോട് ഈജിപ്ത് രാജാവ് പറവയോട് പറയുക, പോയി പറയുക പറവയോട്, ഞങ്ങളെ നിയമിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇവരെ കൊണ്ടേ പോകാൻ പറ്റുള്ളൂ. കർത്താവിനെ ആരാധിക്കാൻ മരുഭൂമിയിൽ അവരെ വിട്ടയക്കുക. അവൻ വിടണ പ്രശ്നമില്ല. ആരാണ് കർത്താവ് എന്നൊക്കെ അവനെന്തിനു ഞാൻ ഭയപ്പെടണം, ഞാൻ വിടൂലെന്നൊക്കെയാണ് കടുംപിടുത്തം പിടിക്കുകയാണ് പറവ. ഇവരും അവിടെ ബലം പിടിച്ചു നിൽക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവകൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് ഞങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃശ്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുള്ള സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഓ ദൈവമായ കർത്താവേ, അങ്ങ് മോശയോടും അഹരോനോടും സംസാരിക്കുകയും പറവോയുടെ കഠിനമായ വാക്കുകൾ അവിടുന്ന് മോശയിലൂടെ നിരുവരിയാക്കിക്കൊണ്ട് അവിടുത്തെ മക്കളെ മോചിപ്പിക്കാൻ അങ്ങ് അനുവദിക്കുന്ന മോശയെയും അഹരോനെയും ഈജിപ്തിലേക്ക് കടത്തിവിടുന്നതിനോർത്ത് നന്ദി പറയുകയും അവിടെ നിന്നൊരു വിടുതൽ തന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്നും ഈ വചനം കേൾക്കുന്ന ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കണമെന്നും ഈ പ്രഭാതത്തിൽ ജോലി മേലസ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ യോഗ്യതകളിലേക്കെല്ലാം കടന്നു പോകുന്ന മകനെയും മകളെയും പ്രത്യേകം അനുഗ്രഹിക്കണമെന്നും പുറപ്പാട് പുസ്തകത്തിലെ വചനങ്ങൾ അവരുടെ വഴി നടത്തണമെന്നും ഇന്നേ ദിവസം ബലിയർപ്പണത്തിൻ്റെ ദിവസമായി ബലിപീഠത്തോടും കാസയോടും പിലാസയോടും ഓരോ മാതാപിതാക്കളെയും മകനെയും മകളെയും എല്ലാം സമർപ്പിക്കുന്നു. അറിഞ്ഞോ അറിവില്ലായ്മ കൊണ്ട് വരുന്ന തെറ്റുകുറ്റുകൾ, വഴക്ക്, വെറുപ്പ്, ദേഷ്യം, മുൻകോപം ഈ കുർബാനയിലൂടെ നീങ്ങിപ്പോകാൻ പരിശുദ്ധ അമ്മേ, ഈ വചനം കേൾക്കുന്ന ഓരോ മകനെയും മകളെയും അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുത്രനായ യേശുവേ, യോഗ്യതയോടെ നിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്ന ഓരോ മകൻ്റെയും മകളിൽ ഹൃദയത്തിൽ ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനെ ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എല്ലാവർക്കും കുർബാനയുടെ ഒരു ദിവസമാക്കി ഇന്ന് മാറ്റാൻ പുത്രനായ യേശുവിനോട് ചേർന്ന് അമ്മേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ആവേ മരിയ.